നമസ്കാരം. എല്ലാവർക്കും ഓൺലൈൻ ക്ലാസ്സിലേക്ക് സ്വാഗതം. ഞാനിപ്പോൾ എടുക്കാൻ പോകുന്നത് 9ാം ക്ലാസ്സിൽ കഴിഞ്ഞ ദിവസം പഠിപ്പിച്ച നങ്കേ പയർ എന്ന പാഠഭാഗത്തിന്റെ ബാക്കിയാണ്. എല്ലാവരും പാഠഭാഗമൊക്കെ വായിച്ചു നോക്കിയോ? അപ്പൊ നങ്കേ പയർ എഴുതിയതാരായിരുന്നു? വെങ്കടേഷ് മാഡ്ഗുൽക്കർ. ഇവിടെ ആരുടെ കഥയാണ്? ഒറ്റക്കാലുള്ള ഒരു പെൺകുട്ടിയുടെയും അതുപോലെ അവിടെ വരുന്ന ഒരു പോസ്റ്റ്മാന്റെ ഇടയിലുള്ള ഒരു കഥയാണ് നമ്മൾ പഠിച്ചുകൊണ്ടിരുന്നത്, അല്ലയോ? അപ്പൊ പുതിയതായിട്ട് അവിടെ ഒരു പോസ്റ്റ്മാൻ വന്നു, കത്ത് അവളുടെ കയ്യിലേക്ക് കൊടുക്കും. അല്ല, അവള് മുറിയിൽ നിന്ന് ഇറങ്ങി വരാൻ തന്നെ കുറച്ച് താമസിക്കും. അപ്പോൾ എന്താ അവിടെ പറഞ്ഞത്? നിങ്ങൾ കത്തിവിടെ ഇട്ടേച്ച് പൊയ്ക്കോളൂ, ഞാൻ വരാൻ ലേറ്റ് ആകുമെന്ന് പറഞ്ഞ്. അപ്പൊ അയാൾ എന്താ പറഞ്ഞത്? അവരുടെ കത്ത് അവരവരുടെ കയ്യിൽ ഏൽപ്പിക്കുക എന്നുള്ളതാണ്, അല്ലാതെ മുറ്റത്ത് എറിഞ്ഞിട്ട് പോകുന്നതല്ല ഒരു പോസ്റ്റ്മാന്റെ ഡ്യൂട്ടി എന്ന് പറഞ്ഞു, അല്ലേ? നമ്മൾ കഴിഞ്ഞ ദിവസം അടമലയിലേ പഠിച്ചത്. അടുത്ത ഭാഗം നോക്കിക്കോ. വഹ് ബോൽ രഹാത്ത, അയാൾ അങ്ങനെ അത് പറയുകയായിരുന്നു. തബ് ബേബീനെ ഉസ്കെ പൈരോങ്കി ഓർ ദേഖ, അപ്പോൾ ബേബി അയാളുടെ കാലുകളിലേക്കൊന്ന് നോക്കി. ആരുടെ കാലിലേക്ക്? പോസ്റ്റ്മാന്റെ കാലുകളിലേക്കൊന്ന് നോക്കി. കിത്തനെ മസ്ബൂത്ത് ഓർ ഗോൾ ഗോൾ, എത്ര ബലമുള്ളതും നല്ല ഉരുണ്ടതുമായ നല്ല മനോഹരമായ കാല്. ഈ പോസ്റ്റ്മാന്റെ പയർ കിത്തനെ അച്ചയത്തെ, ഈ പോസ്റ്റ്മാന്റെ കാലുകൾ എത്ര മനോഹരമാണ്, എത്ര നല്ലതാണ്. അചാനക് ബേബിക്ക് ധ്യാൻമേ ആയാക്കി, പെട്ടെന്ന് ബേബിയുടെ ശ്രദ്ധയിൽപ്പെട്ടത് ഏ അച്ചേ പയർ നങ്കേഹേ, ഈ നഗ്നമായ കാലുകൾ എന്താണ്? നഗ്നമാണ്. ഈ നല്ല കാലുകൾ, അച്ചേ പയർ, ഈ നല്ല കാലുകൾ നങ്കേഹേ, നഗ്നമാണ്. ഇസിനെ പൈരോമേ കുച്ചു പഹന ക്യോം നെഹി, ഇപ്പൊ എന്താ? അയാളുടെ കാലിൽ ചെരുപ്പൊന്നുമില്ല, അല്ലേ? നല്ല ഉരുണ്ടതും ബലമുള്ളതുമായ നല്ല സുന്ദരമായ കാല്. ആ കാലിൽ എന്തില്ല? ചെരുപ്പില്ല. അതാണ് അവള് ചിന്തിക്കുന്നത്, ഇയാൾ എന്തുകൊണ്ടാണ് ഈ കാലിൽ ചെരുപ്പണിയാത്തതെന്ന്. അങ്ങനെ പോസ്റ്റ്മാൻ ലൗട്ട് ഗയ, പോസ്റ്റ്മാൻ തിരിച്ചുപോയി. സുന്ദർ പഗ് ദർത്തേ ഹുയെ, മനോഹരമായി, അല്ലെ, ചുവടുകൾ വെച്ചുകൊണ്ട്, മനോഹരമായ കാല് അതുപോലെയുള്ള മനോഹരമായ ചുവടുകൾ വെച്ചുകൊണ്ട് പോയി. ബേബിനെ സോച്ചാക്കി, അപ്പോൾ ബേബി ചിന്തിച്ചു, കഥാചിത്, ഒരു പക്ഷേ ഉസ്കെ ജൂത്തേ ഫഡ് ഗയേ ഹോഗെ, അപ്പൊ ബേബി എന്താ ചിന്തിച്ചത്? ചിലപ്പോ അയാളുടെ ചെരുപ്പ് പൊട്ടിപ്പോയി കാണുമെന്ന്. കഥാചിത്, ഒരു പക്ഷേ ഉസ്കെ ജൂത്തേ, അയാളുടെ ചെരുപ്പ് ഫഡ് ഗയേ ഹോങ്കെ, പൊട്ടിപ്പോയി കാണും. വേ മർമ്മത്ത് ഹോക്കർ ആത്തേ ഹോങ്കെ, എന്താണ്? അത് ശരിയാക്കി ചിലപ്പോൾ ഇട്ടുകൊണ്ട് വരുമായിരിക്കും. തോടി ദീർഘേലിയ ഹി സഹി, കുറച്ച് സമയത്തേക്ക് അവളുടെ മനസ്സിലുണ്ടായ, അല്ലെ, കൊച്ചു മനസ്സിലുണ്ടായ ചിന്ത അവൾക്ക് ശരിയായി തോന്നി. ഈ തർക്കസെ ബേബിക്കോ അച്ചലക, അതാ ഈ യുക്തി വിചാരം, അവളുടെ മനസ്സിലുണ്ടായ ഈ യുക്തി വിചാരം ബേബിക്ക് എന്തായിട്ട് തോന്നി? നല്ലതായിട്ട് തോന്നി. ഡാക്ക് ലേക്കർ വഹ് കുർസി പർ ബൈറ്റ് ഗയി, അങ്ങനെ അവള് കത്തും എടുത്തുകൊണ്ട് കസേരയിൽ വന്നിരുന്നു. പോസ്റ്റ്മാൻ കെ നങ്കേ പയർ ഉസ്കെ മനസ്സെ ധീരെ ധീരെ ചലേ ഗയി, പോസ്റ്റ്മാന്റെ നഗ്നമായ കാലുകൾ അവളുടെ മനസ്സിൽ നിന്ന് ധീരെ ധീരെ ചലയുകയെ, എന്തോ ധീരെ ധീരെ, പതുക്കെ പതുക്കെ പോയി. അങ്ങനെ അവിടെ ഒക്കെ കഴിഞ്ഞു, ആ സമയമൊക്കെ കഴിഞ്ഞു. ജാഡ ഗയ, തണുപ്പ് പോയി. ജാഡ എന്ന് പറഞ്ഞാൽ എന്താണ്? തണുപ്പ് പോയി. ഗർമി ആയി, എന്താണ്? ചൂട് വന്ന്, നല്ല വേനൽക്കാലമായി. ധൂപ്പ് കുച്ച് തേസ് പടിനെ ലഗീത്തി, എന്താണ്? ശക്തമായ വെയിലടിക്കാൻ തുടങ്ങി, ശക്തമായ ചൂട്, അല്ലെ, വെയില് അടിക്കാൻ തുടങ്ങി. കോൾത്താർക്കി സടക്ക് തപ്പിനെ ലഗീത്തി, ടാർട്ട റോഡ് എന്ത് തുടങ്ങി? ചുട്ടു പൊള്ളാൻ തുടങ്ങി. കോൾത്താർക്കി സടക്ക്, ടാർട്ട റോഡ്, തപ്പിന ചുട്ടു പൊള്ളുക, അല്ലെ, ഭയങ്കരമായ വെയില്. റോഡൊക്കെ ഇങ്ങനെ അങ്ങ് ഉരുകിയാണ്, അല്ലെ, ടാറൊക്കെ ഇങ്ങനെ ഉരുകി പോകുന്നത് പോലെയാണ്. പർ പോസ്റ്റ്മാൻ ആത്ത, എന്നിട്ടും ആരവിടെ വരുന്നുണ്ട്? പോസ്റ്റ്മാൻ അവിടെ വരുന്നുണ്ട്. ഉസ്കെ പാസ് ചാത്ത നെഹി, അയാളുടെ പക്കൽ, അയാളുടെ കൈവശം കുടയില്ല. ചാത്ത എന്ന് പറഞ്ഞാൽ ചത്തരി, കുടയില്ല. സൈക്കിൾ നെഹി, സൈക്കിളില്ല. ഓർ ജൂത്താഫി നെഹിത്ത, ചെരുപ്പ് പോലും ഇല്ലായിരുന്നു. ധൂപ്പ് സെ ഉസ്ക ചേഹര ലാൽ പീല ഹോത്ത, വെയിലുകൊണ്ട് അയാളുടെ മുഖമൊക്കെ ചുവന്നും, അല്ലെ, മഞ്ഞ കളറോടെ ആയിരുന്നു. പസീനസെ, വിയർപ്പ് കൊണ്ട്, ഉസ്കി കമ്മീസ്, അയാളുടെ ഷർട്ട്, പീട്ട് സെ ചിപ്കി രഹത്തി, പുറത്തോട് ഒട്ടിക്കിടന്നു. പീട്ടെന്താണ്?
പുറം, ചിപ്പുക്കിന ഒട്ടുക. അപ്പോൾ വിയർപ്പ് കൊണ്ട് അയാളുടെ ഷർട്ട് പുറത്തോട് ഒട്ടിക്കിടന്നു. സൂക്കെ അധരോംബർ, സൂക്കെ അധർ എന്ന് പറഞ്ഞാൽ എന്താണ്? ഉണങ്ങിയ ചുണ്ട്. ഉണങ്ങിയ ചുണ്ടില് സെബാൻ ഫിരാക്കർ, അയാൾ നാവ് കൊണ്ട് നനയ്ക്കുക അല്ലെ. നമ്മള് ചൂടൊക്കെ ആകുമ്പോൾ ഒക്കെ എങ്ങനെയാണ്? ചെറിയൊക്കെ ഇങ്ങനെ നാവ് കൊണ്ട് നനയ്ക്കും അല്ലെ. അതുപോലെ സെബാൻ ഫിരാക്കർ, നാവ് കൊണ്ട് നനച്ച് ലജീലി ഹസി ഹസ്ത, ഒരു ലജ്ജ നിറഞ്ഞ ചിരിയുമൊക്കെ ചിരിച്ചുകൊണ്ട് ഡാക്ക് ദേക്കർ, കത്ത് കൊടുത്തിട്ട് ലൗട്ട് ജാത്ത, മടങ്ങിപ്പോയി. അതെങ്ങനെയാ? ധൂപ്പ് സേ ജൽത്തെ, ജ്വലിക്കുന്ന വെയിലിൽ നങ്കേ പയർ കൂംതാരകുത്ത, എങ്ങനെ? നഗ്നമായ കാലുകളോടെയാണ് അയാള് ആ ചുറ്റി നടന്നത്. ഉസ്സിനെ മാം സേ പൂച്ച, അപ്പൊ അവൾ അമ്മയോട് ചോദിച്ചു, മാം പോസ്റ്റ്മാൻ നങ്കേ പയർ ഹി ക്യോം കൂംതാ ഹേ, അമ്മേ ഈ പോസ്റ്റ്മാൻ എന്താ ഇങ്ങനെ നഗ്നമായ കാലുകളോടെ നടക്കുന്നതെന്ന്. പോസ്റ്റ്മാൻ എന്താ ചെരുപ്പില്ല നടക്കുന്നതെന്ന് ചോദിക്കുകയാണ്. മാംനെ കഹ, അപ്പോൾ അമ്മ പറഞ്ഞു, ചൈൻസേ കോയി നങ്കേ പയർ ഘൂമേഗ ബേട്ടി, ആരെങ്കിലും ഇഷ്ടത്തോടെ അങ്ങനെ നടക്കുവോ മോളെ? പൈരോമേ ഡാൽനെ കേലിയ ഉസേ മിൽത്ത എന്നെ പോക, കാലിലിടാൻ ചിലപ്പോൾ അയാൾക്ക് കാണില്ലായിരിക്കാം അല്ലെ. അയാളുടെ ബുദ്ധിമുട്ട് കൊണ്ട് ഒരു പക്ഷെ അയാൾക്ക് ചെരുപ്പ് വാങ്ങാൻ കഴിഞ്ഞില്ലായിരിക്കാം. അതൊക്കെ ആയിരിക്കും അമ്മ പറയുന്നത്. ബേബിനെ മൻഹി മൻ നിശ്ചയിക്കുക, അപ്പോൾ ബേബി മനസ്സിലൊരു തീരുമാനമെടുത്തു. ബഹുസ് പോസ്റ്റ്മാൻ കോ നങ്കേ പയർ ചലനെ നെഹി ദേഗി, ആ പോസ്റ്റ്മാൻ ഇനി നഗ്നമായ കാലുകളോടെ നടക്കരുത്. തയ കർത്തേഹി, ഇത് തീരുമാനിച്ചപ്പോൾ തന്നെ ഉസേ സുഖദ് അനുഭൂതി ഹുയി, അവൾക്ക് എന്തുണ്ടായി? സുഖകരമായ ഒരു അനുഭവം തന്നെ ഉണ്ടായി. കാരണം അവിടെ ആ കുഞ്ഞു മനസ്സാണ് അല്ലയോ. ആ കുഞ്ഞു മനസ്സിലേക്ക് എന്തോ ഒരു ചിന്തയുണ്ടായി അല്ലയോ. അപ്പോൾ ഇനി ഈ പോസ്റ്റ്മാന് നഗ്നമായ കാലുകളോടെ നടക്കരുത് എന്നൊരു ചിന്തയുണ്ടായപ്പോൾ തന്നെ അവളുടെ മനസ്സിൽ എന്താ ഉണ്ടായത്? സുഖകരമായ ഒരു അനുഭൂതി ഉണ്ടായി. അങ്ങനെ ഹമേശ ആനെ വാലി മോച്ചി, എല്ലായ്പ്പോഴും അവിടേക്ക് വരുന്ന ഒരു ചെരുപ്പ് കുത്തി. എവിടെ വരുന്ന? ബേബിയുടെ വീട്ടിൽ വരുന്ന മോച്ചി. എന്താ മോച്ചി എന്ന് പറഞ്ഞാല്? ചെരുപ്പ് കുത്തി. ജബ് ഘർ ആയ, എവിടേക്ക് വന്നു? ഇവരുടെ വീട്ടിൽ വന്നു. തബ് ബേബീനെ കഹ, അപ്പോൾ തബ് ബേബീനെ ഉസേ പാസ് ബുലായ, അപ്പോൾ ബേബി അയാളെ അടുത്തേക്ക് വിളിച്ചിട്ട് ഓർ 5 റുപ്പയ, 5 രൂപ ഉസ്കെ ഹാത്തുമേ ദേക്കർ, അയാളുടെ കയ്യിൽ കൊടുത്ത് 5 രൂപ അയാളുടെ കയ്യിൽ കൊടുത്തിട്ട് ധീമി ആവാസ്മേ, വളരെ പതിഞ്ഞ ശബ്ദത്തിൽ കഹ പറഞ്ഞു, മുച്ചെ ഇസ്കെ ജൂത്തെ ബനാദു, എന്താ പറഞ്ഞത്? എനിക്കിതിന് ചെരുപ്പുണ്ടാക്കി തരണമെന്ന് പറഞ്ഞു. എനിക്കിതിന് ചെരുപ്പുണ്ടാക്കി തരണം. ഹരീബാനെ സിർ ഹിലാക്കർ കഹ, അപ്പൊ ഹരീബ തലയാട്ടി സമ്മതിച്ചു. സിർഹിലാന തലയാട്ടിയിട്ട് പറഞ്ഞു, ബനാ ദൂങ്ക ബഹിൻ, ഉണ്ടാക്കി തരാം സഹോദരി. നാപ്പിലേലു, അളവിങ്ങി തരാൻ പറഞ്ഞു. നാപ്പ് അളവ്. അപ്പൊ വഹു പോലി, അപ്പൊ അവള് പറഞ്ഞ എന്താ? അരെ മേരെ പയർക്കാനേഹി, എന്റെ കാലിനല്ല. ഫിർ കിസ്കേ ലിയേ, പിന്നെ ആർക്ക് വേണ്ടിയാണ്? ഹരീബാനെ പൂച്ച. ആര് ചോദിച്ചു? ഹരീബ ചോദിച്ചു. ഇസ് പ്രശൻകോ സുൻകർ, ഈ ചോദ്യം കേട്ട് ബേബി കുലച്ചന്മേം പടുകയി, ബേബി ആശയക്കുഴപ്പത്തിൽപ്പെട്ട്, ബേബിക്ക് കൺഫ്യൂഷനായി. എന്ത് ചെയ്യും? ആർക്കാണ് ചെരുപ്പ്? പോസ്റ്റ്മാൻ. അളവ് അവളുടെ കയ്യിലുണ്ടോ? ഇല്ല. അവളുടെ ചിന്ത എന്താണ്? ഇതാരും അറിയാതായിരിക്കണം വാങ്ങിച്ചു കൊടുക്കേണ്ടുന്നത്. അതാണ് അവളുടെ ചിന്ത. ലഗാക്കി, അപ്പൊ അവൾക്ക് തോന്നി, മാനോ അബ് സാരാക്കേൽ ബിഗഡിനെ ജാരകാത്ത, ഒരു പക്ഷേ എന്റെ കളിയെല്ലാം നശിക്കുകയാണ്. അന്തുമേ പ്രതീക്ഷ കർത്തേഹുയെ, അവസാനം അവൾ എന്തോ പ്രതീക്ഷിച്ചെന്നതുപോലെ മോച്ചിസെ ഉസിനെ കഹ, മോച്ചിയോട് അവൾ പറഞ്ഞു, ദോ ദിൻകെ ബാദാവു, നിങ്ങൾ 2 ദിവസത്തിന് ശേഷം വരൂ എന്ന് പറഞ്ഞു. ഹരീബ മേ മാപ്പ് ദോങ്കി, ഞാൻ അളവ് തരാം, നിങ്ങൾ 2 ദിവസത്തിന് ശേഷം വരൂ. ദൂസരെ ദിൻ പോസ്റ്റ്മാൻ ആയ, അടുത്ത ദിവസം പോസ്റ്റ്മാൻ വന്നു. തോടി ദേർ തക്ക് ഏക്ക് കർ ഡാക്ക് ദേക്ക് കർ ചലാഗയ, കുറച്ചു നേരം നിന്ന് ഓരോ കത്തെടുത്ത്, അവർക്കുള്ള കത്തൊക്കെ എടുത്ത് കൊടുത്തിട്ട് പോയി. ഡാക്കോ കുർസി പർ രഖക്കർ, കത്ത് കസേരയിൽ വെച്ചിട്ട് ബേബി അഹാത്തക്ക് കിനാരെ ആയി, ബേബി മുറ്റത്ത് സൈഡിലേക്ക്, അഹാത്തേക്ക് കിനാരെ മുറ്റത്തിന്റെ അരികിലേക്ക് വന്നു. അസീട്യോംസെ നീച്ചെ ഉതർഗി, സ്റ്റെപ്പിൽ നിന്നിറങ്ങി ആ മുറ്റത്തിന്റെ അരികിലേക്ക് വന്നു. ഫിർ എന്നിട്ട്
ഫ്രോക്ക് കി ജേബ് സെ പർക്കാർ നികാൽ കർ, ഫ്രോക്കിന്റെ പോക്കറ്റിൽ നിന്ന് സ്കെയിൽ എടുത്ത് ജാനെ വാലെ പോസ്റ്റ്മാൻ കെ പൈരോം കെ നിശാൻ കാ നാപ് ജോക്ക് കിയ. അതായത് അവിടെ നിന്ന് പോയ അല്ലേ, കത്തൊക്കെ കൊടുത്തിട്ട് പോസ്റ്റ്മാൻ പോയില്ലയോ, അവിടെ നിന്ന് പോയ ആ പോസ്റ്റ്മാന്റെ കാൽപാദത്തിന്റെ അളവ് എന്ത് ചെയ്തു, അവൾ അളന്ന് എടുത്തു. നാപ് ജോക്ക് എന്ന് പറഞ്ഞ അളവെടുത്തു, നിശാൻ അടയാളം. പൈരോം കി ഗോളായി ആദ്യ ടീക്ക് ടീക്ക് മാപ്പ്, ആ കാലിന്റെ ആ ഉരുണ്ട ഭാഗത്തിന്റെ ഒക്കെ ശരിയായിട്ടുള്ള അളവ് അവൾ അളന്നെടുത്തു. മാപ്പ് ലേക്കർ, അങ്ങനെ അളവും എടുത്തുകൊണ്ട് വഫിർ കമരേമേ ആകെ, അവൾ വീണ്ടും മുറിയിലേക്ക് വന്നു. അങ്ങനെ ഹരീബ മോച്ചിക്കോ കാമില, ആർക്ക് ജോലി കിട്ടി, ഹരീബ മോച്ചിക്ക് ജോലി കിട്ടി ഇല്ലയോ, ചെരുപ്പുണ്ടാക്കുന്ന ജോലി കിട്ടിയില്ലേ. ഉസ്നെ ഹിസാബ് സെ ജൂത്തെ തയ്യാർ കിയ, അയാൾ കണക്ക് കൂട്ടി, ഹിസാബ് കണക്ക് അല്ലെ, കണക്ക് കൂട്ടി അല്ലെ, അളവ് കൊടുത്തതും പ്രകാരം എന്ത് ചെയ്തു, ആ ചെരുപ്പ് തയ്യാറാക്കി. ബേബി കോ ലാക്കർ ദേ ദിയ, എന്നിട്ട് ആർക്ക് കൊണ്ട് കൊടുത്തു, ബേബിക്ക് കൊണ്ടുവന്ന് കൊടുത്തു. തബ് ഹോളി കാ ത്യോഹാർ മനായ ജാച്ചുകാത്ത, അപ്പോൾ എന്താണ്, ഹോളി ഉത്സവം ആഘോഷിച്ച് കഴിഞ്ഞിരുന്നു. ഹോളിയൊക്കെ ആഘോഷിച്ച് കഴിഞ്ഞിരുന്നു. ദോപ്പഹർക്കോ പോസ്റ്റ്മാൻ കബ് ആയേഗ, ഉച്ചയാകുമ്പോൾ പോസ്റ്റ്മാൻ എപ്പോൾ വരും എന്നുള്ള ഇസ്കി പ്രതീക്ഷ കർത്തി ഹുയി ബേബി ബൈറ്റ് ഗേ, ഇയാൾ എപ്പോഴായിരിക്കും വരുന്നത്, കാരണം ചെരുപ്പൊക്കെ റെഡിയാക്കി കൈ വെച്ചേക്കുക. അപ്പൊ ഇപ്പോൾ അവള് എന്താണ്, ഹോളി അവധിയൊക്കെ കഴിഞ്ഞിപ്പോ അയാൾ വരും എന്നുള്ള പ്രതീക്ഷയിൽ ഇങ്ങനെ ഇരിക്കുകയാണ്. അങ്ങനെ ദോപ്പഹർക്കോ പോസ്റ്റ്മാൻ ആയ, ഉച്ചയായപ്പോൾ ആര് വന്നു, പോസ്റ്റ്മാൻ വന്നു. ഓർ ബേബിക്ക് ആനയ്ക്ക് രാഹ് ദേഖിനെ ലഗ, എന്നിട്ട് ബേബി അയാള് വരുന്നത് നോക്കിയിരിക്കാൻ തുടങ്ങി. ധീരെ ധീരെ ബേബി ആയി, അങ്ങനെ ദൂരെ കണ്ടപ്പോഴേ ബേബി പതുക്കെ പതുക്കെ വന്നു ഇങ്ങ്. ഓർ പുരാനെ അക്ബാർമേ, പഴയ പത്രത്തിൽ ലിപിട്ട പൊതിഞ്ഞ ഏക ബണ്ടൽ ലേക്കർ, ഒരു പൊതിയുമൊക്കെ എടുത്ത് അഹാത്തേമേ കടി ഹോഗൈ, അവളെവിടെ വന്ന് നിന്നു, മുറ്റത്ത് വന്ന് നേരത്തെ തന്നെ വന്ന് നിന്നു അല്ലേ. ഹമേശാക്കി തരഹ് ബഹു മുസ്കുരായ, എന്നത്തേതും പോലെ തന്നെ അയാൾ പുഞ്ചിരിച്ചു. അവർ പത്രം കാ ഗഡ്ഡ ഉസ്നെ ബേബിക്ക് ഹാത്തുമേ ദേ ദിയ, പത്രക്കെട്ടുകൾ, പത്രമൊക്കെ കത്തുകളൊക്കെ അവളുടെ കയ്യിലേക്ക് കൊടുത്തു. ബേബിനെ ടോക്ക, അപ്പോൾ ബേബി ഇടയ്ക്ക് കയറി പറഞ്ഞു, അജി തുമ്നെ ഹോളിക്ക് ഉപകാർ നെഹി മാങ്ക, ഹോളി സമ്മാനമൊന്നും കിട്ടിയില്ലേ. പോസ്റ്റ്മാനെ കഹ മാങ്കൂങ്ക ബഗൻജി, എനിക്കതൊക്കെ കിട്ടും. സാഗബസെ പേണ്ടി നെഹി ഹോ രഹി ഹെ, സാറിനെ കണ്ടില്ല, അപ്പൊ സാർ ഞങ്ങൾക്ക് തരും. യഹ സുൻദേ സുൻദേ, ഇത് കേട്ടുകൊണ്ട് ബേബിനെ പോസ്റ്റ്മാൻകെ ഹാത്തുമേ ജൂത്തേക്ക ബണ്ടൽ തമാ ദിയ, ബേബി എന്ത് ചെയ്തു, പോസ്റ്റ്മാന്റെ കയ്യിലേക്ക് ഈ ചെരുപ്പ് പൊതി ഇല്ലേ, പഴയ പത്രത്തിൽ പൊതിഞ്ഞ ആ ബണ്ടൽ, ആ പൊതി അയാളെ ഏൽപ്പിച്ചു, തമാദിയ ഏൽപ്പിച്ചു. അച്ചരജിസ് സക് പകാക്കർ, അമ്പരപ്പോടെ അല്ലയോ, ആശ്ചര്യത്തോടെ അമ്പരപ്പോടെ, അചരജ് ആശ്ചര്യം, സക് പകാന അമ്പരക്കുക. അപ്പൊ ആശ്ചര്യത്തോടെ അമ്പരപ്പോടെ തന്നെ ഉസെ ബണ്ടൽ ഖോല, അയാൾ എന്ത് ചെയ്തു, ആ പൊതി തുറന്നു. ഫീത്തർ ഏക് ജോഡി സുന്ദർ ജൂത്തേത്തെ, അകത്തെന്തായിരുന്നു, ഒരു ജോഡി മനോഹരമായ ചെരുപ്പ്. പോസ്റ്റ്മാൻ മൻഹി മൻ കഹുഡ, പോസ്റ്റ്മാൻ മനസ്സിൽ പറഞ്ഞു, ഇസ് ബെച്ചീനെ തോ മുച്ചേ നങ്കേ പേർക്കോ ജൂത്തേ ദിയേ, അല്ലയോ, ഈ പെൺകുട്ടി എനിക്ക് എന്ത് നൽകിയിരിക്കുന്നു, എന്റെ നഗ്നമായ കാലുകൾക്ക് ചെരുപ്പ് നൽകിയിരിക്കുന്നു, അല്ലയോ. ആർക്കും തോന്നാത്ത ഒരു അനുകമ്പ അല്ലയോ ഈ കുഞ്ഞിന് അയാളോട് തോന്നിയത്. ഉസ്കെ പയർ നെഹീഹെ, ഓ അവൾക്ക് കാലുകളില്ല, കാലില്ല അല്ലേ, ഒരു കാലില്ല. ഓ മേ കൈസെ ദേ സകോങ്ക, ഞാൻ അവൾക്ക് എങ്ങനെ എങ്ങനെ കൊടുക്കും, അതാണ് ചോദിക്കുന്നത്. അയാളുടെ ചിന്ത അതാണ്. അപ്പൊ അവൾ എനിക്കൊരു ചെരുപ്പ് ഇങ്ങോട്ട് തരുമ്പോൾ തിരിച്ച് ഞാൻ അതുപോലെ ഒരു ജോഡി ചെരുപ്പ് അവൾക്ക് കൊടുക്കണം. പക്ഷേ ഒരു കാലില്ലാത്ത ആ കുഞ്ഞിന് ഞാൻ എങ്ങനെ ഒരു ചെരുപ്പുമായിട്ട് ചെല്ലും, അതാണ് അയാൾക്ക് ആ സമയത്തുണ്ടായ വിഷമം. അങ്ങനെ അയാൾ അവിടെ നിന്ന് പോയി. കാം കത്മ കർക്കെ, അങ്ങനെ അന്നത്തെ ജോലിയൊക്കെ അവസാനിപ്പിച്ചു. സീത പോസ്റ്റ് ഓഫീസ് ഗയ, അയാൾ നേരെ എവിടേക്ക് പോയി, പോസ്റ്റ് ഓഫീസിലേക്ക് പോയി. ബഡേ ബാബു കെ ടേബിൾ കെ സാമനെ ജാക്കർ ബോല, എന്നിട്ട് സാറിന്റെ അല്ലയോ അവിടുത്തെ ഓഫീസറുടെ ടേബിളിന്റെ മുന്നിൽ ചെന്നിട്ട് പറഞ്ഞു, സാഹബ് സാർ
മേരെ ലൈൻ ബദൽ ദീജിയെ, സാർ എനിക്ക് സ്ഥലം മാറ്റം തന്നാലും. സിറ്റി മേ കഹി ഭി ബദലി കർ ദീജിയെ, എനിക്ക് സിറ്റിയിൽ എങ്ങോട്ടെങ്കിലും, ഇല്ലയോ? ഇപ്പൊ പോസ്റ്റ് മാസ്റ്ററോട് എന്ന് പറയുന്നത് എന്താണ്? എനിക്ക് സിറ്റിയിൽ എങ്ങോട്ടെങ്കിലും ഒരു സ്ഥലം മാറ്റം വേണം. അപ്പോൾ ഈ ഗ്രാമത്തിൽ നിന്ന് അയാൾ പോവുകയാണ്. കാരണം എന്താണ്? ഇനി ആ കുഞ്ഞിനെ ഇങ്ങോട്ട് വന്ന് കാണാൻ വയ്യ. അപ്പൊ അത്രത്തോളം വിഷമം കൊണ്ടാണ് അയാൾ ആ സ്ഥലം മാറ്റം ചോദിച്ചത്, അല്ലേ? ആർക്കും തോന്നാത്ത ഒരു അനുകമ്പ, അല്ലേ? ഈ പാവപ്പെട്ട പോസ്റ്റ്മാനോട് ആർക്ക് തോന്നി? ഈ കുഞ്ഞിന് തോന്നി, അല്ലേ? മറ്റുള്ളവരോട് ഒരുപാട് സ്നേഹവും സഹാനുഭൂതിയും ഒക്കെ വെച്ച് പുലർത്തുന്നതാണ് ഈ ഒരു കാലുള്ള പെൺകുഞ്ഞ്, അല്ലേ? അപ്പൊ അതിന്റെ ജീവിതം എന്ന് പറയുന്നതാണ് വളരെ ഒറ്റപ്പെട്ട തരത്തിലുള്ള ഒരു, അല്ലയോ? അകേലാപ്പൻ സഹത്താഹി, അത് ഒറ്റപ്പെടലാണ്, ഏകാന്തതയാണ് അത് ഒരുപാട് അനുഭവിക്കുന്നത്. പിന്നെ അതിനൊരു ആശ്വാസം എന്ന് പറയുന്നത് ഇതുപോലെയൊക്കെ ഉള്ളവര് അവരുടെ വീട്ടിലേക്ക് വരുമ്പോഴുള്ള ഒരു വലിയ ആശ്വാസം. അതാണ് നമ്മുടെ നങ്കയെ പയറുന്ന കഥ. അപ്പൊ പാഠഭാഗം നന്നായിട്ട് എല്ലാവരും വായിച്ചു നോക്കുക. നമ്മുടെ ഇന്നത്തെ ക്ലാസ് കഴിഞ്ഞിരിക്കുന്നു.